കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീലാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഇലക്ഷൻ ബസ്സിൽ എത്തിയിരിക്കുന്നത്. വീണ്ടും ഒരു പോരാട്ടം ആഗ്രഹിച്ചിരുന്നതല്ല, മാറുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാർട്ടി വളരെ നിർബന്ധപൂർവ്വം കോൺഫിഡൻ്റായി ഏൽപ്പിച്ചു. അപ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല, അത് ഏറ്റവും നന്നാക്കുക എന്നാണ്. എങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് പോകണേ? ഉഷാറായി പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. ഒരുപാട് വീടുകളിൽ ഞാൻ ഇതിനകം തന്നെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിവാഹവേളകളിൽ, മരണസമയത്ത് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാകാൻ വേണ്ടി നിരവധി വികസന പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ്. ഏകദേശം 10 വർഷത്തിനിടയിൽ 1000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 4 പ്രധാനപ്പെട്ട പാലങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ രാഷ്ട്രീയം നോക്കിയാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് തൂത്തുവാരി, അല്ലെങ്കിൽ UDF തൂത്തുവാരി എന്ന് പറയാം മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ തന്നെ പെട്ട പണ്ട് മോസ്കോ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പഞ്ചായത്തുകൾ പോലും ഇത്തവണ LDFന് നഷ്ടമായി. അപ്പോൾ പൊളിറ്റിക്കൽ കറന്റ് എതിരല്ലേ? അല്ല, പൊളിറ്റിക്കൽ കറന്റ് 2010 നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും എതിരായിരുന്നു. 2011 ഈ മണ്ഡലം രൂപീകൃതമായിട്ട് ആദ്യമായി ഞാനിവിടെ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ പൂർണ്ണമായും UDFൻ്റെ കയ്യിലായിരുന്നു. ഒരു പഞ്ചായത്ത് എടപ്പാൾ, അവിടെ നറുക്കെടുപ്പിലൂടെയാണ് സമാസമം വന്നു LDFും UDFും. നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് LDFും വൈസ് പ്രസിഡന്റ് UDFുമായി. ആകെ ഉണ്ടായിരുന്നത് വട്ടംകുളം പഞ്ചായത്ത് മാത്രമാണ്. അന്നും 8000-ലധികം വോട്ടുകൾക്ക് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ UDF മുന്നിലായിരുന്നു. ആ സമയത്താണ് അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശിനെതിരായിട്ട് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ 6800ഓളം വോട്ടുകൾക്ക് വിജയിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ വളരെ സജീവമായി LDFനുണ്ടായിരുന്നു. ലീഗ് തന്നെ കുറച്ച് വോട്ട് കുറയുന്ന വിചാരിച്ചാണ്, എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അല്ല, പക്ഷെ അതൊക്കെ നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം. ലീഗിന്റെ ഒരു നല്ല സ്വാധീന മേഖലയാണിത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വോട്ടൊക്കെ എവിടെയാണ്? മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പൊതുവെ ഈ ഒരു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവർക്കിടയിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് മുകളിൽ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അല്ല, ട്രസ്റ്റ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 10 ലക്ഷം വോട്ടുകൾ ഈ ജില്ലയിൽ LDFന് കിട്ടി. 15 ലക്ഷം വോട്ടുകൾ UDFനും കിട്ടി. ഈ 10 ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷവും മുസ്ലിം വോട്ടാണ്. കാരണം BJP വോട്ട് കഴിച്ചിട്ട് വേണ്ടേ, ബാക്കി ഹിന്ദു വോട്ടല്ലേ ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും കിട്ടുകയുള്ളൂ. മുസ്ലിം ന്യൂനപക്ഷങ്ങളും LDFും തമ്മിലൊരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ല. അല്ല, പ്രചണ്ഡമായ പ്രചാരവേലകളിലൂടെ അത്തരം ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിലൊരു തവണ വഞ്ചിതരായിട്ടുണ്ട്, പക്ഷേ എല്ലാ തവണയും അവർ വഞ്ചിതരാവില്ല. ഈ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് നേരെ, മലപ്പുറം ജില്ലയ്ക്ക് നേരെ പറയാവുന്നതിൽ വെച്ച് ഏറ്റവും മോശം വാക്കുകൾ പറഞ്ഞ ആളെ, ഏറ്റവും അടുത്ത ഒരാളെ പോലെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതിൽ നിന്നുള്ള ആ ഒരു വ്രണം മുസ്ലിം സമുദായക്കാരെ സംബന്ധിച്ച് അത് അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതാണോ? അത് 85 വയസ്സായല്ലോ വെള്ളാപ്പള്ളി നടേശന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരമൊന്നും നമ്മൾ വാക്കർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു, ഞാൻ ലീഗിനെയാണ് ഉദ്ദേശിച്ചത്. ഒറ്റനോട്ടത്തിൽ അബ്സേർഡ് എന്ന് തോന്നുന്ന ചില വാദങ്ങളുണ്ട്. ഇപ്പോൾ AK ബാലൻ പറഞ്ഞു KM ഷാജിയെ വേങ്ങരയിൽ മത്സരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എളമര കരീം പറയുന്നു MK മുനീറിന് സീറ്റ് കൊടുക്കാത്തത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുകൊണ്ടാണെന്നാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി സംഗതി വീണ്ടും അവസാനം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നല്ല, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും നിഗമനം അനുസരിച്ച്, അവരുടെ ഒരു അസസ്മെന്റ് അനുസരിച്ച് അവർ പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പൊടുന്നനെ ഈ ജമാഅത്തെ ഇസ്ലാമി വീണ്ടും രംഗപ്രവേശം ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു സംശയം. എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു സംഘി പാർട്ടി, ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയിൽ സെറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? അത് രാഷ്ട്രീയ നേട്ടത്തിനായിരിക്കും. അപ്പോൾ അത് തിരിച്ചു ചെയ്യാണോ? അത് രാഷ്ട്രീയ നേട്ടത്തിന് അവർ ചെയ്യുമ്പോൾ, ഇങ്ങോട്ട് വെട്ടുമ്പോൾ, വാളുകൊണ്ട് വെട്ടുമ്പോൾ പരിചയം കൊണ്ട് തടുക്കണമെന്നല്ലേ? ചുവപ്പിന്റെ 3-ാം ഊഴം എന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. വരുന്നതിന് മുമ്പ് പുസ്തകം എഴുതി തയ്യാറാണ്. എന്തുകൊണ്ടാണ് ചുവപ്പ് 3-ാം ഊഴത്തിലേക്ക് വരേണ്ടത് എന്നുള്ളതിന്റെ പ്രസക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്തായാലും ചുവപ്പിന് 3-ാം ഊഴം വരുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും കാണാം. താങ്ക് യു വെരി മച്ച്.